Friends, നമ്മുടെ functional grammar വീഡിയോയുടെ part 2 ഇതാ. Here is part 2 of our video on the model question paper on functional grammar and communication in English. Section Bയിൽ 7 ചോദ്യങ്ങളുണ്ടെന്ന് അറിയാമല്ലോ. Questions from 13 to 19. അതിൽ രണ്ടെണ്ണം, അതായത് 13-14 ചോദ്യങ്ങൾ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഈ വീഡിയോ പാർട്ട് 1-ൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ ബിയിൽ 5-ഉം സെക്ഷൻ സിയിൽ 2-ഉം ചോദ്യങ്ങൾ. സെക്ഷൻ ബിയിൽ ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതം. ആകെ 7 ചോദ്യങ്ങൾ, മൊത്തം 30 മാർക്ക്. 7 എഴുതിയാൽ 30 മാർക്കും കിട്ടും. പിന്നെ ഇതിന്റെ PDF-ന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ മാത്രം പ്രിന്റ് ഔട്ട് എടുത്താൽ മതി. ഈ വീഡിയോ നന്നായി കേട്ട് കഴിഞ്ഞാൽ പ്രത്യേകം നോട്ട്സിന്റെ ആവശ്യം ഉണ്ടാവില്ല. So friends, here we go. Question number 15. Explain a few barriers to communication and the means of overcoming them. Communication, അതായത് ശരിയായ ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ തടസ്സങ്ങൾ എങ്ങനെ പരിഹരിക്കാം, ഇതാണ് ചോദ്യം. Take a look at the answer. Barriers are things that obstruct the free flow of information between the sender and the receiver. ശരിയായ ആശയവിനിമയത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തടസ്സങ്ങൾക്കാണ് barriers to communication എന്ന് പറയുന്നത്. There are 5 types of barriers. തടസ്സങ്ങൾ 5 തരത്തിലുണ്ട്. ഇൻട്രാപേഴ്സണൽ, അതായത് അവനവരിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ. ഇന്റർപേഴ്സണൽ, വ്യക്തികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ. ഓർഗനൈസേഷണൽ, സ്ഥാപനങ്ങളിലുള്ള പ്രശ്നങ്ങൾ. വെർബൽ ആൻഡ് നോൺ വെർബൽ, സംസാര ഭാഷാപരമായ പ്രശ്നങ്ങൾ കൂടാതെ ഭാഷാപരമല്ലാത്ത പ്രശ്നങ്ങൾ. ഇന്റർപേഴ്സണൽ ബാരിയേഴ്സ് ആർ പ്രോബ്ലംസ് വിതിൻ ദ സെൽഫ് ദാറ്റ് സ്റ്റോപ്പ് us from sending and receiving information effectively. Intrapersonal barriers എന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ വിവരങ്ങൾ പരസ്പരം കൈമാറുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. Interpersonal barriers arise due to halo and horn effect, emotional outbursts and cultural variations between the sender and the receiver. Interpersonal barriers എന്നത് വിവരങ്ങൾ പറയുന്നയാളിൻ്റെയും കേൾക്കുന്നയാളിൻ്റെയും ഇടയിലുള്ള പ്രശ്നങ്ങളാണ്. അതിൽ പ്രധാനം ഒന്ന് ഹെയ്ലോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളയാൾ പറയുന്ന ശ്രദ്ധിക്കും, അല്ലാതെ കേൾക്കാൻ പോവില്ല. മറ്റൊന്ന് ഹോൺ ഇഫക്റ്റ്, അതായത് ഇഷ്ടമില്ലാത്ത ഗോത പറഞ്ഞാൽ ശ്രദ്ധിക്കത്തുമില്ല, കേൾക്കത്തുമില്ല. പിന്നെയോ വൈകാരികമായ ദേഷ്യപ്പെട്ടുള്ള പൊട്ടിത്തെറികൾ, അതാരും മൈൻഡ് ചെയ്യാറില്ല. പിന്നെയോ കൾച്ചറൽ വേരിയേഷൻസ്, വ്യക്തികൾ തമ്മിലുള്ള സാംസ്കാരിക നിലവാരത്തിന്റെ വ്യത്യാസങ്ങൾ. ഇതൊക്കെയാണ് ഇന്റർപേഴ്സണൽ ബാരിയേഴ്സ്. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് refer to wrong choice of medium for communication, fear of superiors or information overload. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് കമ്മ്യൂണിക്കേഷന് ശരിയായ മാർഗം ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അതായത് നേരിട്ട് പറയേണ്ട കാര്യം ഫോണിൽ കൂടി പറഞ്ഞാൽ അത് ശരിയാവണമെന്നില്ല. മറ്റൊന്ന് മേലധികാരികളോടുള്ള ഭയം, കൂടാതെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് പറയുക. ഇതൊക്കെ ശരിയായ കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്താം. വെർബൽ ബാരിയേഴ്സ് occur due to wrong use of language, wrongly encoded and decoded messages, semantic gap and regional and individual variations in language. Verbal barriers എന്ന് പറയുന്നത് ഭാഷ തെറ്റായി ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടാകും. കോഡുകൾ ഉപയോഗിക്കുന്നതിലും മനസ്സിലാക്കിയെടുക്കുന്നതിലും തെറ്റുകൾ ഉണ്ടാവാം. സെമാൻറ്റിക്, അതായത് വാക്കുകളുടെ അർത്ഥം പറയുന്നയാൾ ഉദ്ദേശിക്കുന്ന അർത്ഥമായിരിക്കില്ല കേൾക്കുന്നയാൾ എടുക്കുന്നത്. സ്ഥലങ്ങളുടെ വ്യത്യാസങ്ങൾ അനുസരിച്ച് ഭാഷയ്ക്കും അർത്ഥത്തിനും മാറ്റമുണ്ടാകാം. അതുപോലെ തന്നെ വ്യക്തി തലത്തിലും മാറ്റമുണ്ടാകാം. ഇതൊക്കെയാണ് വെർബൽ ബാരിയേഴ്സ്. നോൺ വെർബൽ ബാരിയേഴ്സ് ഹാപ്പൻ ബൈ ഇംപ്രോപ്പർ ഐ കോൺടാക്ട് ആൻഡ് ഓക്വേർഡ് ജെസ്റ്റേഴ്സ്. നോൺ വെർബൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് നേരാവണ്ണമല്ലാത്ത നോട്ടങ്ങൾ, തെറ്റായ ആംഗ്യഭാഷ തുടങ്ങിയവയാണ് ഇക്കൂട്ടത്തിൽപ്പെടുന്നത്. ദ ബാരിയേഴ്സ് ക്യാൻ ബി ഓവർകം by proper training and practice and cultivating the right attitude. ശരിയായ രീതിയിലുള്ള പരിശീലനം, നല്ല മനോഭാവം തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഈ പ്രതിബന്ധങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. വർക്ക് എത്തിക്സ്, പ്രൊഫഷണലിസം, ഓപ്പൺനെസ് ടു ഗെറ്റ് റിഡ് ഓഫ് prejudices and exposure to various cultural and language practices are also useful in communication. ജോലിയിലുള്ള എത്തിക്സ്, അതായത് ധർമ്മനിഷ്ഠ, പ്രൊഫഷണലിസം, അവനവനിൽ തന്നെയുള്ള മുൻവിധികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക, ഭാഷാപരവും സാംസ്കാരികവുമായിട്ടുള്ള വൈവിധ്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ശരിയായ രീതിയിലുള്ള പൂർണ്ണമായ ആശയവിനിമയം സാധ്യമാകും. This is question number 15. Now take a look at question number 16. ഒരു ഇമെയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ചോദ്യമാണ്. Look at the question. Your local gas cylinder distributor is charging rupees 120 for each consumer card as against
the normal charges messaged by the company. Your local dealer has not given any response to complaint that you have raised. Prepare an email to the LPG corporation asking for a refund of the excess charges from the local distributor. അതായത് നിങ്ങളുടെ ലോക്കൽ ഗ്യാസ് സിലിണ്ടർ ഡിസ്ട്രിബ്യൂട്ടർ കമ്പനി പറഞ്ഞതിനേക്കാൾ 120 രൂപ കൂടുതൽ ഈടാക്കുന്നുണ്ട്. പരാതിപ്പെട്ടിട്ടും യാതൊരു പ്രയോജനവുമില്ല. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഈടാക്കിയ പണം തിരികെ കിട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LPG കോർപ്പറേഷന് ഒരു ഇമെയിൽ അയക്കാനാണ് ചോദ്യം. Now here is the answer. ആദ്യം തന്നെ ഫ്രം ടു ഫ്രം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയാണ്. ശരിയായിട്ടുള്ള സ്വന്തം ഇമെയിൽ ഐ ഡി വെക്കണ്ട. യൂണിവേഴ്സിറ്റി പരീക്ഷയല്ലേ, സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. ഞാനിവിടെ ഒരു ഡമ്മി പേരാണ് വെച്ചേക്കുന്നത്, guru@gmail.com ഫ്രം ടു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ @gmail.com. അപ്പോൾ ഫ്രം ടു ആയി. ഇനി സബ്ജക്റ്റ് എന്താ വിഷയം? കംപ്ലൈന്റ് റിഗാർഡിംഗ് എക്സ്ട്രാ ചാർജ് ഡിമാൻഡഡ് ബൈ ലോക്കൽ ഗ്യാസ് സിലിണ്ടർ ഡിസ്ട്രിബ്യൂട്ടർ. അതായത് ലോക്കൽ ഗ്യാസ് സിലിണ്ടർ ഡിസ്ട്രിബ്യൂട്ടർ കൂടുതൽ പൈസ ഈടാക്കിയതുമായി ബന്ധപ്പെട്ട്. ഇനി സല്യൂട്ടേഷൻ, ഡിയർ സർ. അതിനുശേഷം കോമയൊന്നും വേണ്ട. നമ്മുടെ പേര് ഒരു ഡമ്മി പേരാ വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞു. ദാ പാരഗ്രാഫ് നമ്പർ 1 ഇൻട്രൊഡക്ഷൻ. ഐ ആം ഗുരു, എ റെസിഡന്റ് ഓഫ് 3rd Street, മഹാത്മാഗാന്ധി ഗാർഡൻസ്, കൊല്ലം. അഡ്രസ് ഒക്കെ സാങ്കല്പികമാണ്, സ്വന്തം അഡ്രസ് ഒന്നും വെച്ച് കളയരുത്. മൈ LPG കൺസ്യൂമർ നമ്പർ ഈസ് L786594. ഒരു വെറുതെ ഒരു നമ്പർ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനായി. നൗ സെക്കൻഡ് പാരഗ്രാഫ്. ഇനി നമ്മുടെ പ്രശ്നത്തിലേക്ക് കിടക്കുകയാണ്. യുവർ കൈൻഡ് അറ്റൻഷൻ ഈസ് ഇൻവൈറ്റഡ് ടു ദ ഫാക്ട് ദാറ്റ് അവർ ലോക്കൽ ഗ്യാസ് സിലിണ്ടർ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് ചാർജിങ് ₹120 for each consumer card as against the normal charges messaged by the company. ഇതാണ് നമ്മുടെ പ്രശ്നം. ഈ പ്രശ്നം ചോദ്യത്തിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ എഴുതിയേക്കാണ്. അതായത് കമ്പനി പറഞ്ഞിട്ടുള്ളതിനേക്കാൾ 120 രൂപ കൂടുതലാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഞങ്ങളുടെ ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടർ ഈടാക്കുന്നത്. എ കംപ്ലൈന്റ് ഇൻ ദിസ് റിഗാർഡ് ഹാസ് ബീൻ ഗിവൺ ടു ദ ലോക്കൽ ഡീലർ. ഇത് സംബന്ധിച്ച് ഒരു പരാതി അവർക്ക് കൊടുത്തിരുന്നു. However, there has been no response so far from them in this regard. എന്നാൽ ഇതുവരെ അവരിൽ നിന്ന് ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശ്നം. Now, paragraph number 3. Hence, ആയതിനാൽ you are requested to investigate the case and take appropriate action against the dealer for the irregularities. ആയതിനാൽ ഈ വിഷയത്തെപ്പറ്റി ഒരു അന്വേഷണം നടത്തി ഈ അഴിമതിയുടെ പേരിൽ അവർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യു ആർ ഓൾസോ റിക്വസ്റ്റഡ് ടു ഡു ദ നീഡ്ഫുൾ ആൻഡ് റീഫണ്ട് ദി എക്സസ് എമൗണ്ട് ചാർജ് ഫ്രം മീ. മാത്രമല്ല, ഇതുവരെ ഞങ്ങളിൽ നിന്ന് ഈടാക്കിയിട്ടുള്ള അധിക തുക എത്രയും പെട്ടെന്ന് തിരികെ ലഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. Now, here is the last paragraph. I further request you to take necessary steps to ensure that such incidents do not happen in future. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികളും സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് വിശ്വസ്തയോടെ യുവേഴ്സ് ട്രൂലി. അതിനുശേഷം കോമ വേണ്ട, നമ്മുടെ പേരും ഗുരു. ഈ പേരാണല്ലോ നമ്മൾ തുടക്കം മുതൽ വെച്ചേക്കുന്നത്. സോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ദി ഇമെയിൽ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ ഒരു ഇമെയിൽ എഴുതാം, അല്ലേ? ഓൾ റൈറ്റ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 17. ഒരു മീറ്റിംഗിന്റെ അജണ്ടയും മിനിറ്റ്സും എഴുതി തയ്യാറാക്കാനാണ് ചോദ്യം. Take a look at the question. You are the secretary of the film society in your town. നിങ്ങളുടെ ടൗണിലെ ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. You plan to organize a film festival named Kaleidoscope so as to exhibit films of great Indian filmmakers. ഇന്ത്യൻ സിനിമാ രംഗത്തെ മാസ്റ്റേഴ്സിന്റെ ഫിലിമുകൾ ഉൾപ്പെടുത്തി കലൈഡോസ്കോപ്പ് എന്ന പേരിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. എ മീറ്റിംഗ് ഹാസ് ബീൻ കൺവീൻഡ് ബൈ ദ സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി. തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സൊസൈറ്റിയുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നു. പ്രിപ്പയർ ആൻ അജണ്ട ആൻഡ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്. ആ യോഗത്തിന്റെ അജണ്ടയും മിനിറ്റ്സ്, അതായത് യോഗ നടപടികളും എഴുതി തയ്യാറാക്കുക. ഇതാണ് ചോദ്യം. ആദ്യം തന്നെ ടൈറ്റിൽ എന്താണ്? ചിത്രം ഫിലിം സൊസൈറ്റി. ദാറ്റ്സ് എൻ ഇമാജിനറി നെയിം, സാങ്കല്പികമായിട്ടുള്ളൊരു പേരാ. മിനിറ്റ്സ് ഓഫ് ദി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് held at the conference hall YYY Club at 10 AM on Sunday, the 1st of January 2023. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുകയാണ്, ചിത്രം എന്ന ഫിലിം സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൻ്റെ
യോഗ നടപടിക്രമങ്ങളാണിത്. ഏത് മീറ്റിംഗ്? ഹെൽഡ് അറ്റ് ദ കോൺഫറൻസ് ഹാൾ. കോൺഫറൻസ് ഹാളിൽ വെച്ച് കൂടിയ മീറ്റിംഗ് ഓഫ് YYY ക്ലബ്. എത്ര മണിക്ക്? അറ്റ് 10 AM ഓൺ സൺഡേ ദ 1st of January 2023. ആദ്യം സമയം, പിന്നെ ഡേ, പിന്നെ ഡേറ്റ്. ഇങ്ങനെയാണ് ക്രമം. അറ്റ് 10 AM ഓൺ സൺഡേ ദ 1st of January 2023. ഇനി മീറ്റിംഗിന്റെ അജണ്ട എന്തൊക്കെയാണ്? ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ഒന്ന്, ടു ഓർഗനൈസ് എ ഫിലിം ഫെസ്റ്റിവൽ ഇൻ ദ ടൗൺ. ഇതിനാണല്ലോ നമ്മൾ യോഗം കൂടിയിരിക്കുന്നത്. രണ്ട്, എനി അതർ ബിസിനസ്. ഒരു സൊസൈറ്റിയുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലേ, മറ്റെന്തെങ്കിലും കാര്യം കാണും, ഉണ്ടെങ്കിൽ അതും. എനി അതർ ബിസിനസ്, AOB. ഇതാണ് ഒന്നാമത്തെ കാര്യം. നൗ നമ്പർ 2, ഈ മീറ്റിംഗിൽ ആരൊക്കെ പങ്കെടുത്തു? മെമ്പേഴ്സ് പ്രസന്റ്, മെമ്പേഴ്സ് ആബ്സെന്റ്. ഞാൻ ആരുടെയും പേരിട്ടില്ല. AA, BB, CC, DD. നിങ്ങൾക്ക് വേണമെങ്കിൽ സാങ്കല്പികമായ പേരുകളിടാം. ഒന്ന്, പ്രസിഡന്റ്, സിഗ്നേച്ചർ. 2, BB, സെക്രട്ടറി, സിഗ്നേച്ചർ. 3, 4, 5 3 മെമ്പർമാരാണ്. മെമ്പേഴ്സ് ആബ്സെന്റ്, ഒരാൾ ആബ്സെന്റ് ആയിരുന്നു. ആരാ? FF, മെമ്പർ ആബ്സെന്റ്. ആബ്സെന്റ് ആയതുകൊണ്ട് സിഗ്നേച്ചർ ഇല്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ കാര്യമായി, മീറ്റിംഗ് തുടങ്ങുകയായി. ദ ചെയർ, അതായത് സൊസൈറ്റിയുടെ പ്രസിഡന്റ്, വെൽക്കംഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ടു ദ മീറ്റിംഗ്. യോഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു. എന്നിട്ടോ നെക്സ്റ്റ് പാരഗ്രാഫ്, ദി അജൻഡ ഓഫ് ഓർഗനൈസിംഗ് എ ഫിലിം ഫെസ്റ്റിവൽ ഇൻ ദ ടൗൺ വാസ് ടേക്കൺ അപ്പ് ഫോർ ഡിസ്കഷൻ. ടൗണിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാനുള്ള ആ അജണ്ട ചർച്ചയ്ക്കായി എടുത്തു. ഓൾ മെമ്പേഴ്സ് വെൽക്കംഡ് ദി ഐഡിയ. ആ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളും ഈ പരിപാടിയെ സ്വാഗതം ചെയ്തു. ദ കമ്മിറ്റി ഡിസ്കസ്ഡ് ദ മാറ്റർ ഇൻ ഡീറ്റെയിൽ. വിശദമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തു. എ ഡീറ്റെയിൽഡ് പ്ലാൻ വാസ് പ്രിപ്പയർഡ് ടു ഓർഗനൈസ് ദ ഫെസ്റ്റിവൽ ഇൻ എ മെറ്റിക്യുലസ് മാനർ. കുറ്റമറ്റ രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ ആവശ്യമായ ഒരു പ്ലാൻ തയ്യാറാക്കി. ദ ഫോളോയിങ് ഡിസിഷൻസ് ഹാവ് ബീൻ ടേക്കൺ. താഴെ പറയുന്ന തീരുമാനങ്ങൾ എടുത്തു. എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? നമ്പർ 1, ടു ഓർഗനൈസ് എ 2-day ഫിലിം ഫെസ്റ്റിവൽ ഓൺ സാറ്റർഡേ ആൻഡ് സൺഡേ ദ 25th and 26th of March 2023. ഇതാണ് ഒന്നാമത്തെ തീരുമാനം. എന്ത്? 2023 മാർച്ച് 25, 26 ശനി ഞായർ തീയതികളിലായി ഒരു ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും. ദ ഫെസ്റ്റിവൽ ഈസ് ടു ബി നെയിംഡ് കലൈഡോസ്കോപ്പ്. ആ ഫെസ്റ്റിവലിന്റെ പേര് ഇതാണ്, കലൈഡോസ്കോപ്പ്. നമ്പർ 3, 16 ഫിലിംസ് ടു ബി സിലക്റ്റഡ് ഫോർ എ ടോട്ടൽ ഓഫ് 2 venues. വേദികൾ 2, ആകെ 16 ചിത്രങ്ങൾ. നമ്പർ 4, മൂവീസ് ഓഫ് ഓൾ മേജർ ഇന്ത്യൻ ഫിലിം മേക്കേഴ്സ് ടു ബി ഇൻക്ലൂഡഡ്. ഇന്ത്യൻ സിനിമാ രംഗത്തെ അതികായന്മാരുടെ എല്ലാ പേരുടെയും ചിത്രങ്ങളുണ്ടാവും. ദ പ്രസിഡന്റ് ഓഫ് ദ സൊസൈറ്റി വിൽ ബി ദ ചീഫ് കോർഡിനേറ്റർ. ഇതിന്റെ മുഖ്യ സംഘാടകൻ നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കും. 4 സബ് കമ്മിറ്റീസ് ആർ സെറ്റപ്പ്. 4 സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? നമ്പർ 1, വെന്യൂസ്, വേദികൾ തീരുമാനിക്കാൻ. നമ്പർ 2, ഫിലിം സെലക്ഷൻ, ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ള സബ് കമ്മിറ്റി. നമ്പർ 3, ഫൈനാൻസ്, സാമ്പത്തികം. നമ്പർ 4, ടെക്നിക്കൽ, സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സബ് കമ്മിറ്റി. നമ്പർ 6, കൂപ്പൺസ്, ടിക്കറ്റ്സ് വിൽ ബി പ്രിന്റഡ്. ഇത്രയും തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് ആ മീറ്റിംഗിൽ. ആൻഡ് ഫൈനലി, വോട്ട് ഓഫ് താങ്ക്സ് വാസ് പ്രപ്പോസ്ഡ് ബൈ ദ സെക്രട്ടറി. ആ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഔപചാരികമായിട്ട് നന്ദി പറഞ്ഞു. ആര്? സെക്രട്ടറി. ദ മീറ്റിംഗ് എൻഡഡ് അറ്റ് 1 PM. 10 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ് 1 മണിക്ക് അവസാനിച്ചു. അവസാനം ഒപ്പ്. ആര്? ഈ മിനിറ്റ്സ് തയ്യാറാക്കുന്ന സെക്രട്ടറിയാണ്. സെക്രട്ടറിയുടെ പേരും ഒപ്പും. അതിന് താഴെ പ്രസിഡന്റിന്റെ പേരും ഒപ്പും. ഇതാണ് മിനിറ്റ്സ്. അപ്പോൾ അജണ്ട ആൻഡ് മിനിറ്റ്സ്. ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 17. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 18. ഒരു PPT പ്രസന്റേഷൻ തയ്യാറാക്കാനാണ് ചോദ്യം. പ്രിപ്പയർ എ പ്രസന്റേഷൻ ഓൺ ദ ടോപ്പിക് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, കാലാവസ്ഥാ വ്യതിയാനം, ഇവയെപ്പറ്റി ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാനാണ് ചോദ്യം. അതായത് PPT സ്ലൈഡുകളിലേക്ക് ആവശ്യമായ മാറ്റർ, ടെക്സ്റ്റ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കാം അല്ലേ? തുടക്കത്തിൽ പ്രസന്റേഷനാണ്. ഓഡിയൻസിനെ ഗ്രീറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ദിസ് ഈസ് എ പ്രസന്റേഷൻ ഓൺ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച്. ഇവിടെ ഞാൻ നടത്താൻ പോകുന്നത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ പറ്റിയും കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയുമുള്ള ഒരു പ്രസന്റേഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? ആദ്യം തന്നെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണെന്ന് പരിശോധിക്കാം. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഈസ് ദ വേ ഇൻ വിച്ച് ഹീറ്റ് ഈസ് trapped close to Earth's surface by greenhouse gases. ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു കമ്പിളിപ്പുതപ്പിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന മാതിരി തളച്ചിട്ടിരിക്കുന്ന ചൂടിനെയാണ്
ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ദ മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ നമ്പർ 1 കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഓസോൺ. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഓസോൺ ഇവയാണ് പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ദീസ് ഗ്യാസസ് ട്രാപ്പ് ഹീറ്റ് ലൈക്ക് എ ബ്ലാങ്കറ്റ് റൗണ്ട് ദ എർത്ത്. ദസ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ഗ്ലോബൽ വാർമിംഗ്. ഒരു കമ്പിളിപ്പുതപ്പിനകത്തെന്ന പോലെ ഈ ചൂടിനെ അവിടെ കെട്ടി നിർത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ഭൗമ അന്തരീക്ഷത്തിന് ചൂട് പിടിക്കുന്നത്, ഗ്ലോബൽ വാർമിംഗ്. ഹൗ ഡു ദീസ് ഗ്യാസസ് കോസ് ക്ലൈമറ്റ് ചേഞ്ച്? കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദീസ് ഗ്യാസസ് ആർ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ് സച്ച് എസ് കോൾ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. നമുക്കറിയാം, കൽക്കരി, എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയ ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുമ്പോഴാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടാവുന്നത്. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലീഡ് ടു ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രസ് ഓക്സൈഡ്. മണ്ണിലെ രാസവള പ്രയോഗം കൊണ്ടും ഇതുണ്ടാകുന്നുണ്ട്. ഹൗ ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്? ഇതിനെന്താണ് ഒരു പരിഹാരം? നമ്പർ 1 സേവ് എനർജി അറ്റ് ഹോം. വീട്ടിനുള്ളിൽ ഇന്ധനം ലാഭിക്കുക. നമ്പർ 2 റെഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉൽപ്പാദനം കുറയ്ക്കുക. നമ്പർ 3 യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്. പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുക. നമ്പർ 4 ഇൻവെസ്റ്റ് ഇൻ എനർജി എഫിഷ്യന്റ് അപ്ലയൻസസ്. വീട്ടിലെ ഉപകരണങ്ങൾ ഗുണനിലവാരം കൂടിയവയാക്കുക. നമ്പർ 5 സേവ് വാട്ടർ. ജലം ലാഭിക്കുക. നമ്പർ 6 ടേൺ ടു ഓർഗാനിക് ഫാമിംഗ്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക. നമ്പർ 7 യൂസ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. അതായത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഇതാണ് നമ്മളുടെ PPT പ്രസന്റേഷൻ. അവസാനം കൺക്ലൂഷൻ. ഫ്രണ്ട്സ്, we have seen how important is the need to reduce greenhouse gas emissions. അങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് എന്തുകൊണ്ട് കുറയ്ക്കണമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? So let us work together to make the earth a safe place to live in. അങ്ങനെ നമ്മുടെ ഭൂമി മനുഷ്യർക്ക് സുഖമായി താമസിക്കാനുള്ള ഒരിടമായി മാറ്റാൻ വേണ്ടി നമുക്ക് കൈകോർക്കാം. Thank you for watching the presentation. So friends, this is question number 18. Now question number 19. Differentiate formal and informal communication. Formal communication ഉം informal communication തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദ്യം. Now take a look at the answer. Formal communication is the exchange of official information within an institution or from one institution to another. ഒരു ഓഫീസ് അഥവാ സ്ഥാപനത്തിനകത്തോ പല ഓഫീസുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തമ്മിലോ നടത്തുന്ന കത്തിടപാടുകൾക്കാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കൺഫോംസ് ടു ഒഫീഷ്യൽ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. അതിന് വ്യക്തമായ ചട്ടങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ ഉണ്ട്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ആസ് പാർട്ട് ഓഫ് ദെയർ സോഷ്യൽ ഇന്ററാക്ഷൻസ്. വ്യക്തികൾ തമ്മിൽ നടത്തുന്ന കത്തിടപാടുകളാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് നോട്ട് ഗവേൺഡ് ബൈ റൂൾസ് ആൻഡ് കൺവെൻഷൻസ്. അതിന് വ്യക്തമായ നിയമങ്ങളും ചട്ടങ്ങളും ഒന്നുമില്ല. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ്ലി റിട്ടൺ ഓർ ഈവൻ ഓറൽ, വൈൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ്ലി ഓറൽ. അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ മിക്കപ്പോഴും എഴുതിയോ അച്ചടിച്ചോ ഉള്ളതാണ്, എന്നാൽ സംസാരത്തിലൂടെയും ആവാം. അതേസമയം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ സാധാരണ മിക്കപ്പോഴും സംഭാഷണത്തിലൂടെ ഉള്ളതാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഹാസ് എ പ്രിസ്ക്രൈബ്ഡ് ചാനൽ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ലൈക്ക് മെമ്മോസ്, ബുള്ളറ്റിൻസ്, ലെറ്റേഴ്സ് ആൻഡ് സോ ഓൺ, വൈൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഡസ് നോട്ട് ഹാവ് എ പ്രിസ്ക്രൈബ്ഡ് ചാനൽ. ഫോർമൽ കമ്മ്യൂണിക്കേഷന് വ്യക്തമായ രൂപരേഖകളുണ്ട്, അതായത് മെമ്മോ, ബുള്ളറ്റിൻ, ലെറ്റേഴ്സ്, അങ്ങനെ പലതും. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ നിയതമായ രൂപങ്ങളൊന്നുമില്ല. എക്സാമ്പിൾസ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് റിപ്പോർട്ട്സ്, മീറ്റിംഗ്സ്, നോട്ടീസസ്, മെസ്സേജസ്, സർക്യുലേഴ്സ് ആൻഡ് പ്രസന്റേഷൻസ്. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻസിന്റെ ഉദാഹരണങ്ങൾ. There are differences in the language used in formal communication and informal communication. ഉപയോഗിക്കുന്ന ഭാഷയുടെ കാര്യത്തിലും ഇവ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന്, your assistance is highly appreciated is an example of formal language,
while thanks for your help is informal. ആദ്യം പറഞ്ഞത് യുവർ അസിസ്റ്റൻസ് ഈസ് ഹൈലി അപ്രീഷിയേറ്റഡ്, കോട്ടും സൂട്ടും ടൈയും അണിഞ്ഞ ഭാഷയാണ്. എന്നാൽ മറ്റേതോ താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്, നമ്മുടെ പാവം മുണ്ടും ജുബായും അണിഞ്ഞ ഭാഷയാണത്, സാധാരണ ഭാഷ. സോ ഫ്രണ്ട്സ്, വി ഹാവ് കം ടു ദി എൻഡ് ഓഫ് സെക്ഷൻ ബി. ഓർക്കുക, ചോദ്യങ്ങൾ 7. ഒരു ചോദ്യത്തിന് 5 മാർക്ക്, ആകെ 30 മാർക്ക്. 7 എഴുതിയാൽ 30 മാർക്കും കിട്ടും, ഉറപ്പ്. സോ ഫ്രണ്ട്സ്, this is all about part 2 of this question paper series on functional grammar and communication in English. Thank you for being with me. I'll see you soon with the part 3. Bye bye.